എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വെയിറ്റ് ഓഫ് എസ് എന്ന സെഷനിലേക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ കുന്നത് മനോജ് സർ, പ്രശസ്ത ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഷിരോണ മാം അറിയാൻ പോകുന്നത് വളരെ ചെറുതെങ്കിലും വലിയ ഭാരമുള്ള ഒരു വാക്കിനെ കുറിച്ചാണ്. യെസ്, പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ ഫലം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ എത്ര തവണ വേണ്ട എന്ന് പറയാൻ കഴിയാതെ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര സമ്മർദ്ദവും വേദനയും അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഓരോ യെസിനും ഓരോ വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഈ സെഷനിൽ യെസ് എപ്പോൾ ശക്തിയാകുന്നു, എപ്പോൾ ഭാരമാകുന്നു എന്നത് എങ്ങനെ ബോധപൂർവം പറയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. നമ്മളുടെ പ്രിയങ്കരിയ ഷിരോന മാമരപ്പല്ലാണ് നമ്മളുടെ അതിഥി അല്ലെങ്കിൽ ട്രെയിനർ. വെയിറ്റ് ഓഫ് യെസ് എല്ലാ സമയത്തും പല വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് വാട്ട് ഇഫ് ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ഹാപ്പി ബർത്ത്ഡേ, അങ്ങനെ പല പല ടോപ്പിക്കുകൾ, വെറൈറ്റി ടോപ്പിക്. നമുക്കത് കേട്ടാൽ എന്താണ് പറയാൻ പോകണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സസ്പെൻസോടെ അത് കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. ഒരു ഡെഡിക്കേറ്റഡ് ജെയ്സി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഗ്ലോബൽ ട്രെയിനർ ആൻഡ് സർവിംഗ് ഫോർ അയൺ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ. Dance together for the inspiring and energetic trainer Shirona Mamarappalil. Madam, the floor is yours. Thank you so much. എല്ലാവർക്കും സുഖമാണോ? ഹലോ. Yes. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ വെയിറ്റ് ഓഫ് എ ഏസ്. ഒരു ഏസിന്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം, അതിനകത്ത് വലിയ നിഗൂഢതകളൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയാണ്. ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും. ഏസിന്റെ വെയിറ്റ് എന്താണ്, ഏസിന്റെ വെയിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. എവറി ഡിസിഷൻ ക്യാരീസ് മോർ ദാൻ വി റിയലൈസ്. ദ ചോയ്സ് ഷേപ്പ് ദ പേഴ്സൺ വി ബിക്കം ടുമാറോ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ കാരണമാകുന്ന രണ്ട് വാക്കുകളാണ് ഏസ് അല്ലെങ്കിൽ നോ. നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമായിട്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ ഡിസിഷൻസിനെയും അടിസ്ഥാനമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തിയെ നാളെ ആരാകാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമായിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ഏസ് അല്ലെങ്കിൽ നോ. അതിനകത്ത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു വാക്കാണ് ഏസ് എന്ന വാക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഏസിന് എന്തെങ്കിലും വിലയുണ്ടോ, അല്ലെങ്കിൽ ആ ഏസിനൊരു വെയിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏസിന്റെ വാല്യൂ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അതിനകത്ത് നമുക്ക് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്കൊരു റിയലൈസേഷൻ, ഇന്ന് നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നോടും കൂടെ സംസാരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. എനിക്കും ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഡിസ്കഷനിലൂടെയൊക്കെ എനിക്കും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. സോ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സെഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഏസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഏസ് പറയാൻ പറ്റും. ഈ ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഏസ് എന്ന് കമന്റ് ചെയ്യാവോ? Yes. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യും. ഹലോ, Yes. കേൾക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും Yes. ഏസ്, ഐ ക്യാൻ സീ ലോട്ട് ഓഫ് ഏസ്. ഒരുപാട് ഏസ് Yes. എല്ലാവരും പറയുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. Yes. മോസ്റ്റ് ലൈഫ് ചേഞ്ചിങ്. ഓക്കെ, പല സമയങ്ങളിലും മോസ്റ്റ് ലൈഫ് ചേഞ്ചസ് ബിഗിൻ ക്വയറ്റ്ലി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും വളരെ സൈലന്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, എ സ്മോൾ ജസ്റ്റർ ദാറ്റ് ഓപ്പൺസ് എ ഡോർ. നമ്മൾ നിസ്സാരം എന്ന് കാണുന്ന ഒരു ജസ്റ്റർ, അതൊരു വലിയ ഒരു വാതിൽ തുറക്കാൻ കാരണമാകാറുണ്ട്. അതൊരു നോട്ട്, അതായത് നമ്മൾ ഓക്കെ സാരമില്ല വിട്ടേക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള ചില ജസ്റ്റേഴ്സ്, നമ്മുടെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ചില ആംഗ്യങ്ങൾ, ചില ആംഗ്യ ഭാഷകൾ, അല്ലെങ്കിൽ ചില ജസ്റ്റേഴ്സ്, ചില വഴികൾ ഓപ്പൺ ആക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമാണെന്ന് കണ്ട ചില കാര്യങ്ങൾ, ചില ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാരണമാകാറുണ്ട്. അടുത്തതായിട്ട് എ സ്മൈൽ. ചിലപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് വിട്ട ചില ചിരികൾ, നമ്മൾ ചിരിച്ചു തള്ളിയ ചില കാര്യങ്ങൾ, അത് യെസ് എന്ന അർത്ഥത്തിലേക്ക് വന്ന എക്സ്പ്രഷൻ ദാറ്റ്സ്
സിഗ്നൽസ് നമ്മൾ ആക്സെപ്റ്റൻസ് കൊടുത്ത ഒരു എക്സ്പ്രഷൻ ആയിട്ട് മാറാറുണ്ട് ചില ചിരികൾ. അത് നമ്മൾ അതിനകത്ത് നമ്മൾ നിസ്സാരം എന്ന് വിചാരിച്ച ചില ചിരികളായിരിക്കാം. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കാര്യമായ കാര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ വെറുതെ ചിരിച്ചു വിട്ട ചില കാര്യങ്ങൾ അത് ഏസ് എന്ന അർത്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് ചില സൈലൻസ്, എ പോസ് ദാറ്റ് ബിക്കം ഏസ്, അല്ലെങ്കിൽ ആ ഒരു പോസ് ചില സമയത്ത് ചിലപ്പോൾ അതിനൊരു ഏസ് എന്ന അർത്ഥം കൊണ്ടുവന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ മിണ്ടാതിരുന്നു, നമ്മൾ അതിനകത്ത് നോ പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ചിലപ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നിട്ടുണ്ടാവും. അല്ലെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഹലോ, എല്ലാരും Yes, ഉണ്ടല്ലോ, yes, yes. ഉറങ്ങുമല്ലോ. Yes, yes. ഓക്കെ, എല്ലാരും ഏസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ചിലപ്പോൾ സൈലൻസ് ആയിരിക്കാം ചില ഏസിന് കാരണമായിട്ടുള്ളത്. ചിലപ്പം ഓക്കെ, ഓക്കെ എന്ന മീനിങ്ങിന് ഒരിക്കലും ഏസ് എന്ന ഒരു മീനിങ് ഇല്ല. ഓക്കേക്ക് ഓക്കെ എന്ന വാക്കിന് മറ്റൊരു അർത്ഥമാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഓക്കെ എന്ന ഒരു സിലബിൾസ് യൂസ് ചെയ്യുമ്പം അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഏസ് എന്നൊരു അർത്ഥം ചിലപ്പം കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ദിസ് വൺ, ആ ഒരൊറ്റ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ കൊടുത്തൊരു പ്രോമിസ്, ഇപ്പം മാത്രം എന്ന് പറയുന്ന ഒരു ഓക്കെ ഈ പ്രാവശ്യം മാത്രം, പക്ഷെ അതൊരു വലിയൊരു ഏസായി മാറാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം, ഈ 5 സാഹചര്യങ്ങളിലെല്ലാം വലിയ ഏസിന്, ആ ഒരു ഏസിന് വലിയ അർത്ഥം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ മതി. ഈ ഒരു സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞാണോ ഏസ് പറഞ്ഞെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലപ്പോഴും ഏസ് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഏസ് പറയുമ്പം അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പലപ്പോഴും ഏസ് പറയാറ്. പക്ഷെ അങ്ങനെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു വിസ്പർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലൊന്ന് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചതായിരിക്കാം. പക്ഷെ അത് നമ്മുടെ ലൈഫിനെ കാലങ്ങളോളം അതിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. യാ, റിമെമ്പർ എ യെസ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിലെ ഒരു യേസിനെ നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി പോവാ. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടി ശ്രമിക്കാവോ? ഹലോ, കണ്ണുള്ളവരൊക്കെ കണ്ണടയ്ക്കൂ. ഓക്കെ, കണ്ണടച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രീത്തിങ് എടുത്ത് സ്ലോലി ഇൻഹെയിൽ. വളരെ സാവകാശം, രാവിലെ നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നത് നല്ലതാണ്. സ്ലോലി ഇൻഹെയിൽ, ജെന്റ്ലി, വളരെ ജെന്റ്ലി സ്ലോലി ഇൻഹെയിൽ. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഏസിനെ ഒന്ന് ഓർത്തെടുക്കുക. അത് നിങ്ങളുടെ എന്ത് കാര്യമാകാം, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്ത ഏസ് ആവാം. അത് ചിലപ്പം നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കാൻ കൊണ്ടുവന്നത്, എന്തും ആയിക്കോട്ടെ. അത് നിങ്ങളിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഏസ് പറയണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഏസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് റിമെമ്പർ ഹൗ ഇറ്റ് ഫീൽ ഇൻ ദാറ്റ് മൊമെന്റ്. എങ്ങനെയായിരുന്നു ഞാൻ ആ സമയത്ത് അതിനെ ഫീൽ ചെയ്തത്? അയ്യോ അങ്ങനെ പറയണ്ട, എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എങ്ങനെ വേണേലും അതിനെ ഫീൽ ചെയ്യാം. ഒരു സൈലന്റ് റിഫ്ലക്ഷൻ എന്ന രീതിയിൽ മാത്രം അതിനെ ഒന്ന് എടുക്കുക. വളരെ പേഴ്സണൽ ആയിട്ട്, ഹോണസ്റ്റ് ആയിട്ട് ഈ കാര്യത്തോട് നമ്മളൊന്ന് പ്രതികരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ആ ഒരു ഏസ് എന്ത് റിഗ്രറ്റ് ഫീലിംഗ് ആണ് നമുക്ക് കൊണ്ടുവന്നത്? ഓക്കെ, നിങ്ങൾ അത് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ചെയ്തത്, നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞ ഒരു ഏസ് എത്രമാത്രം ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞൊരു ഏസ് നമുക്കൊരു റിഗ്രറ്റ് ഫീലിംഗ് കൊണ്ടുവന്നു. ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. ആ ഒരു മൊമെന്റിൽ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് നമ്മളിപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. സോ എവ്രി ഏസ് ഹാസ് എ കോസ്റ്റ്. എല്ലാ ഏസിനും ഒരു കോസ്റ്റ് ഉണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഏസ് പറഞ്ഞാലും നോ പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനെല്ലാം നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മൾ അതിൻ്റെതായ ഒരു റിയാക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. സോ എപ്പോഴും ഓർക്കുക, എവ്രി ഏസ് ഹാസ് എ കോസ്റ്റ്. നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്കല്ല ഏസ് എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ വാക്കിന് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. സോ എവ്രി ഏസ് ഹാസ് എ കോസ്റ്റ്. ഫസ്റ്റ് ടൈം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ് ഇതിന്റെ ഒരു കോസ്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, ടൈം. നമ്മുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക്
എത്ര പൈസ ഉണ്ടെങ്കിൽ, നമ്മൾ എത്ര ബില്യനേഴ്സ് ആയാലും, എത്ര ട്രില്യനേഴ്സ് ആയാലും, എത്ര ട്രില്യണർ ആവാൻ നമുക്ക് കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, അല്ലേ? മനോജ് സാറിന് 24 മണിക്കൂറിൽ കൂടുതലുണ്ടോ? റെജി സാറിനുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും പറയും ഞാൻ ഭയങ്കര തിരക്കാണ്, ബിസിയാണ്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല. പക്ഷെ എല്ലാവർക്കും സമയം ഒരുപോലെയാണ്, അല്ലെ? ചില ആൾക്കാർക്ക് ഇവർക്ക് എങ്ങനെ ഇത്രയും സമയം കിട്ടുന്നത് എന്ന് ചിന്തിച്ചാലും സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. സോ നമ്മളൊരു ഏസ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു ഏസ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ വാക്കിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാ. ഇഫ് ഐ സേ ഏസ്, ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം എൻ്റെ ലൈഫിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ടൈം എന്നുള്ളത്. അടുത്തതാണ് എനർജി. യുവർ നമ്മുടെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള, നമ്മളുടെ ലൈഫിൽ നിന്ന് ഡ്രെയിൻ ആയി പോകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനർജി എന്ന് പറയുന്നത്. എനർജി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരുപോലെ കിട്ടിക്കോണമെന്നില്ല. നമ്മുടെ എനർജി എന്ന് പറയുന്നതാണ് ബാക്കിയുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജിയാണ് ബാക്കിയുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ നമ്മുടെ എനർജിയാണ്, ആ ഒരു ഊർജ്ജമാണ് നമ്മൾ ഒരു ദിവസം മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ എനർജിയിൽ. സോ എനർജി നമുക്ക് ഡ്രെയിൻ ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏസ് എന്ന് പറയുമ്പോൾ. ഒരു ഏസ് എന്ന് പറയുന്ന കാര്യത്തിന് പുറകിൽ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് വരുന്നുണ്ട്, നമ്മുടെ ഒരു ഡെഡിക്കേഷൻ, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും ഓർക്കണം, എൻ്റെ എനർജി നഷ്ടപ്പെടാൻ വേണ്ടി പോവാണ്, ഞാൻ എൻ്റെ എനർജി യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്, എൻ്റെ എനർജി പങ്കുവെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സമയം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഏസിന്റെ പുറകിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, എൻ്റെ സമയം പോകാൻ വേണ്ടി പോവാണ്. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സമയത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം, നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യാം, നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാം, നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മളെ കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടി, പോസിറ്റീവ് തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ 2026 നമുക്കുള്ള കുറച്ച് പ്ലാനിലേക്ക് നമുക്ക് കുറച്ചും കൂടെ എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ സമയത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഒരു ഏസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏസിന്റെ മുൻപിൽ നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഏസ് എന്ന കാര്യത്തിന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മറ്റൊരു കാര്യം എനർജി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനർജി നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം ജീവിക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം. നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും എനർജി എന്ന് പറയുന്നത് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ എനർജി നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഏസിന് മുൻപിൽ. അടുത്തത് സെൽഫ് റെസ്പെക്ട്. അതായത് നമ്മളൊരു ബൗണ്ടറി പലപ്പോഴും വെക്കാറുണ്ട്. ഈ ബൗണ്ടറിക്ക് അതീതമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിക്ക് ഇറോഷൻ വരുന്ന രീതിയിലാണ് നമ്മളൊരു ഏസ് പറയുമ്പോൾ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വാക്കുകൾ ഒതന്റിക് ആയിരിക്കണം. നമ്മളൊരു ഏസ് പറഞ്ഞിട്ട് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, അയ്യോ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഇപ്പം ഞാനത് മാറ്റുക, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇഫ് വി സേ ഏസ് എപ്പോഴും ഏസ് ആയിരിക്കണം. അപ്പോൾ സെൽഫ് റെസ്പെക്ട് എന്ന കാര്യത്തെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഒരൊറ്റ 3 വാക്കുള്ള, നിസ്സാരമായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, നിസ്സാരക്കാരൻ എന്ന് നമ്മൾ കാണുന്ന ഒരു ഏസല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാക്കും കൂടിയാണ് ഏസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും എന്നും നമ്മൾ ഏസ് പറയുന്നതിന് മുൻപായിട്ട് ചിന്തിക്കേണ്ടിയ, ഏതൊരു പോയിന്റിലും ഏസ് പറയുന്നതിന് മുൻപായിട്ട്, നമ്മളിപ്പോൾ നമ്മുടെ മുൻപിൽ സഹായത്തിന് വേണ്ടി ഒരാൾ വന്നാലും, നമ്മുടെ മുൻപിൽ എന്ത് കാര്യത്തിന് വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാലും ചിന്തിക്കേണ്ടിയ ഒരു വലിയൊരു കാര്യമാണ്, ഞാൻ ഏസ് പറയണോ ഈ പോയിന്റിൽ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ എപ്പോഴും ചിന്തിക്കണം. നമ്മുടെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എനർജി ലോസ് ആവാൻ സാധ്യതയുണ്ട്, സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടാൻ, നമ്മൾ ബൗണ്ടറീസ് കടന്നു പോവാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ സമയത്തും ഏസ് പറയാൻ. സോ നമ്മളൊന്ന് 1 മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വാട്ട് ഡസ് ദാറ്റ് ഏസ് ടേക്ക് അവേ ഫ്രം യു? നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഏസ് ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഏസ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും ഞാൻ ആ ഒരു ഏസ് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന കാര്യം സംഭവിക്കും. ഇന്ന 2 കാര്യങ്ങൾ, 2 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്ക് നമ്മുടെ സമയം പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യാം, നമ്മളോട് തന്നെ ചിന്തിക്കുക, ഞാൻ ഏസ് പറയുന്നതിലൂടെ
നോക്കിയല്ല എൻ്റെ സമയം പോവുക, അല്ലെങ്കിൽ ഓക്കെ അതൊരു നല്ല കാര്യമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും, ഓക്കെ എൻ്റെ എനർജി വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ ഒരു എനർജി നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തത്, എൻ്റെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്നുണ്ടോ, ഒന്നും ഒരു റിയലൈസേഷന് വേണ്ടി ഒരു മൊമെന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ബിഫോർ യു സേ ഏസ് വെയ് ദിസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഡു ദിസ് ഏസ് അലൈൻ വിത്ത് മൈ വാല്യൂസ്. ഈ കാര്യങ്ങൾ എൻ്റെ വാല്യൂസിന്, നമ്മളിപ്പോൾ ഒരു ഏസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏസ് പറയുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കാര്യം ഞാൻ കൊടുക്കാൻ പോകുന്ന ഏസ് എൻ്റെ വാല്യൂസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ? ഈസ് ഇസ് ട്രൂലി ഹു ഐ ആം. നമ്മളല്ലാതായിക്കൊണ്ട് ഒരിക്കലും ഏസ് പറയരുത്. ഞാൻ ശരിക്കുമുള്ള ഞാനാണോ ഈ ഏസ് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കുമുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ ഈ ഏസ് പറയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കണം. ആൻഡ് ഓർ ഹൂ ഐ തിങ്ക് ഐ ഷുഡ് ബി, ഞാൻ ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു നമ്മളായിട്ട് നിന്നുകൊണ്ട് വേണം എപ്പോഴും ഏസ് പറയാൻ. നമ്മളല്ലാതായിക്കൊണ്ട് ഒരിക്കലും ഏസ് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡസ് ദിസ് ഏസ് അലൈൻ വിത്ത് മൈ വാല്യൂ. എൻ്റെ വാല്യൂവിനനുസരിച്ചാണോ, എൻ്റെ ഈ വാല്യൂവിന്, എൻ്റെ ഒരു വെർച്യൂവിനനുസരിച്ചാണോ ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന യേസ്, എൻ്റെ ഏസ് എന്നെ ഒരു ഡിഗ്രേഡ് ചെയ്യുന്നൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും ഏസ് കൊടുക്കാതിരിക്കുക. അടുത്തത്, വിൽ ഐ റെസ്പെക്ട് മൈസെൽഫ് ടുമാറോ. ഞാനിപ്പോൾ ഏസ് കൊടുത്താൽ, ഞാൻ ഈ കാര്യത്തിന് ഏസ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്യോ, എൻ്റെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ ഞാൻ ഏസ് പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് എപ്പോഴും നമ്മളെ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു ഏസ് പറയാൻ. വിൽ ഐ റെസ്പെക്ട് മൈസെൽഫ് ടുമാറോ, ആം ഐ മേക്കിംഗ് എ ചോയ്സ്, ഐ വിൽ ബി പ്രൗഡ് ഓഫ് മൈസെൽഫ്. അങ്ങനെ നമ്മളെ തന്നെ പ്രൗഡ് ആവുന്ന ഒരു മൊമെന്റിലോട്ട് എത്തുവോ, ഓർ നമ്മൾ ജസ്റ്റ് ഓക്കെ ഞാൻ റേസ് പറഞ്ഞു പോയല്ലോ അങ്ങനെ ഒരു ഫീലിങ്ങിലോട്ടാണോ എത്തുന്നത്? നാളെ എന്ന കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഏസ് പറയാൻ. നാളെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മൂമെന്റിനെ ചിന്തിച്ചുകൊണ്ട് വേണം ഏസ് പറയാൻ. നാളെ നമുക്ക് ഒരിക്കലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നാത്തത്, എൻ്റെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തോട് ഒരിക്കലും നമ്മൾ ഏസ് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റിസ്ക് എടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏസ് പറയുന്നുണ്ടെങ്കിൽ അത് ഏസ് ആയിരിക്കണം. വിൽ ഐ റെസ്പെക്ട് മൈസെൽഫ് ടുമാറോ, എപ്പോഴും ഓർക്കേണ്ടതാ, ഞാൻ നാളെ എന്നെ റെസ്പെക്ട് ചെയ്യുമോ? നെക്സ്റ്റ്, ഈസ് ദിസ് ഏസ് കമ്മിങ് ഫ്രം ഫിയർ ഓർ ക്ലാരിറ്റി. ഒരു ഫിയറിൽ നിന്നാണോ ഒരു ക്ലാരിറ്റിയിൽ നിന്നാണോ ഞാൻ ഈ ഏസ് പറയുന്നത്? അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുമോ, ഭവിഷ്യത്ത് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണോ ഞാൻ ഈ ഏസ് പറയുന്നത്? എനിക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതെയാണോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ ഞാൻ ചുമ്മാ ഒരു വെറുതെ ഒരു വാക്കല്ലേ പറഞ്ഞേക്കാം, ആ ഒരു രീതിയിലാണോ? ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ നമ്മുടെ മുൻപിൽ വന്ന ചോദ്യത്തിന് നമ്മൾ ഏസ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിന് എന്തെങ്കിലും ക്ലാരിറ്റിയോട് കൂടിയാണോ ഏസ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആം ഐ സേയിങ് എ ഏസ് ബിക്കോസ് ഐ അഫ്രൈഡ് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് നോ പറയാനുള്ള ആ ഒരു കോൺസിക്വൻസ്, ആ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഏസ് പറയുന്നതാണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വാട്ട് ഐ എം സാക്രിഫൈസിങ് ബൈ സേയിങ് ഏസ്. ഒരു ഏസ് പറയുന്നതിലൂടെ നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ത്യാഗം ചെയ്തുകൊണ്ടാണോ ഏസ് പറയുന്നത്? ഇത്രയും പോയിന്റ്സ് നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഏസ് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളത്? ഹലോ 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 Yes, ma'am. Yes. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട 4 പോയിന്റ്സ് പറഞ്ഞത്. ഒരു ഏസ് എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല, 3 ആൽഫബറ്റ്സേ ഉള്ളൂ. പക്ഷെ അതിന് പുറകിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം, ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് വേണം ഒരു ഏസ് പറയാൻ. വെറുതെ ഒരിക്കലും ഏസ് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഏസ് പറയുന്നതിന് മുൻപേ നമ്മൾ ഒന്ന് ഹോംവർക്ക് ചെയ്യണം. നമ്മൾ ബ്രെയിനിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഹോംവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡസ് ദിസ് ഏസ് അലൈൻ വിത്ത് മൈ വാല്യൂ. എൻ്റെ വാല്യൂമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണോ? ഇത് ഞാനല്ലാതാവുന്ന രീതിയിലേക്ക് ഈ ഏസ് പോകുന്നുണ്ടോ? ഈസ് ദിസ് ട്രൂലി ഹു ഐ ആം. യഥാർത്ഥ ഞാനാണോ ഈ ഏസ് പറയാൻ പോകുന്നത്? ഓക്കെ, ഹൂ ഐ തിങ്ക് ഐ ഷുഡ് ബി. ഞാൻ എൻ്റെ ഭാവിയിൽ ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കോട്ടം വരുന്ന എന്തെങ്കിലും കാര്യത്തിലാണോ ഞാൻ ഏസ് പറയുന്നത്? രണ്ടാമതായിട്ട്, വിൽ ഐ റെസ്പെക്ട് മൈസെൽഫ് ടുമാറോ. ഈ ഒരു ഏസ് പറഞ്ഞതുകൊണ്ട് നാളെ എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുന്നു, പുച്ഛം തോന്നുന്നു, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടി. ആം ഐ മേക്കിംഗ് എ ചോയ്സ് ഐ വിൽ ബി പ്രൗഡ് ഓഫ് ഞാൻ എന്നെ തന്നെ പ്രൗഡ് ആവുന്ന ഒരു ചോയ്സ് ആയിരിക്കുമോ എടുക്കുന്നത്? നെക്സ്റ്റ്, ഈസ് ദിസ് ഏസ് കമ്മിങ് ഫ്രം ഫിയർ ഓർ ക്ലാരിറ്റി. ഒരു ഫിയറിൽ നിന്നാണോ ഒരു ക്ലാരിറ്റിയിൽ നിന്നാണോ ഇത് വരുന്നെന്നുള്ളത്, ഇതിന്റെ ഭവിഷ്യത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണോ പറയുന്നെന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു ക്ലാരിറ്റിയോട് കൂടി വേണം ഏസ് പറയാൻ വേണ്ടി.
ഓക്കെ, അടുത്തത് വാട്ട് ഐ ആം സാക്രിഫൈസിങ് ബൈ സെയിങ് ഏസ്. നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണോ ഏസ് പറയുന്നത്? വാട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഐ ആം ഗിവിങ് അപ്പ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യം ഗിവിങ് അപ്പ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വിട്ടുകൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഒരു ഏസ് പറയാൻ വേണ്ടി. സോ ഇത്രയും കാര്യങ്ങളിലൂടെ കുറച്ച് സെക്കൻഡ്സ് എടുത്തിട്ടെങ്കിലും നമ്മൾ ഒരു ഏസ് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്ലൈ ദിസ് ടു യുവർ റിമെമ്പേർഡ് ഏസ്. നമ്മൾ ഓർത്തിരിക്കുന്നത്, നിങ്ങൾ നേരത്തെ ഒരു ഏസ് കൊണ്ടുവന്നായിരുന്നു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മളൊരു ചെറിയൊരു ക്വിക്കായിട്ടൊരു മെഡിറ്റേഷൻ പോലെ ഒരു സാധനം ചെയ്തു. അതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു ഏസ് ഉണ്ട്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടൊക്കെയുള്ള ഒരു ഏസ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അതിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, ആ ഒരു കാര്യത്തോട് നമ്മളൊന്ന് ഏസ് പറഞ്ഞതൊന്ന് ഓർത്തെടുക്കുക. അപ്ലൈ ദിസ് ഏസ് ടു ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട്, ഓക്കെ, എനിക്കത് ഒരു വാല്യൂ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സെൽഫ് റെസ്പെക്ട് ചെയ്യോ, അല്ലെങ്കിൽ നാളെ അതിനൊരു ക്ലാരിറ്റിയോട് കൂടിയാണോ ഞാൻ ഏസ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണോ ഏസ് പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ അതിനോട് പറഞ്ഞു കഴിയുമ്പം ആ ഒരു കാര്യത്തോട്, ആ ഒരു ഏസ് പറഞ്ഞ ആ ഒരു ബിഹൈൻഡ് ആ ഒരു കാര്യത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഏസ് പറയേണ്ടതായിരുന്നോ, അത് നോ ആയിരുന്നോ പറയേണ്ടത്, ക്ലിയർ കട്ടായിട്ട് നോ പറയേണ്ട ഒരു സാഹചര്യം ആയിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്തത് ദ ഇൻവിസിബിൾ ഏസ്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ഒരു സെഷന്റെ ഒരു ടോപ്പിക് ആയിരുന്നു ദ ഇൻവിസിബിൾ ലൈറ്റ് സംതിങ്, അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ എടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇൻവിസിബിൾ ഏസ്, നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടൊരു ഏസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നോട്ട് സേയിങ് നോ ഈസ് ഓൾസോ ഏസ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓ, ഞാൻ എന്നത്തെ ഏസ് പറഞ്ഞില്ലല്ലോ, അങ്ങനല്ല. നമ്മൾ ഒരിക്കൽ ഏസ് പറയുന്നില്ലെങ്കിൽ അത് സൈലന്റ്ലി ഏസ് എന്ന നോ പറയുന്നില്ലെങ്കിൽ, ഓക്കെ സോറി, നമ്മൾ ഒരു കാര്യത്തിനോട് നോ പറയേണ്ട സമയത്ത് നോ പറയുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഏസ് ആയി മാറാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ മൗനം സമ്മതം എന്നാ, നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാറില്ല. നോ പറയുന്നതിനേക്കാൾ വലിയ ഭവിഷ്യത്തുണ്ടാവുന്ന ഒരു കാര്യമാണ് യേസ് എന്ന്. നമ്മൾ എപ്പോഴും പറയും നോ പറയേണ്ടടുത്ത് നോ പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം, തീർച്ചയായിട്ടും പറയണം. പക്ഷേ ഏസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഏസ്. എപ്പോഴും ഏസ് പറയാറുണ്ട്. സോ ഏസ് എന്ന കാര്യത്തിന് വളരെ പവർ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് ഇൻവിസിബിൾ ഏസ്, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ട് സെയിങ് നോ ഈസ് ഓൾസോ ഏസ്. ഒരു നോ പറയാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഏസ് എന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, വ്യക്തികളൊക്കെ എടുക്കാറുണ്ട്. സൈലൻസ് ഈസ് എ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റ് ആയിട്ട് സൈലൻസ് മാറാറുണ്ട്. ഇൻആക്ഷൻ ഈസ് എ കൺസെന്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഒരു കൺസെന്റ് ആയിട്ട് ചിലപ്പം നമ്മൾ ഈവൻ പല സാഹചര്യം, പല പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ നമ്മൾ മൗനമായിട്ടിരുന്നാൽ, മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ നോ എന്ന വാക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഏസ് ആയിട്ട് മാറാറുണ്ട്. സോ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. യുവർ ലാക്ക് ഓഫ് റെഫ്യൂസൽ സ്പീക്സ് വോളിയംസ്. അതായത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും അത് ഏസ് ആയിട്ട് മാറാറുണ്ട്. ഡിലേ ഈസ് എ കൺസെന്റ്. നമ്മളൊന്ന് ഡിലേ ആയി പോവുക, നമ്മുടെ വാക്കുകളൊന്ന് ഡിലേ ആയി പോകുന്നുണ്ടെങ്കിൽ അതൊരു കൺസെന്റ് ആയിട്ട് എടുക്കാറുണ്ട്. പുട്ടിങ് ഓഫ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ഈസ് സ്റ്റിൽ എ ഡിസിഷൻ. അതൊരു നമ്മൾ ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇഫ് യു കീപ് സൈലൻസ്, നമ്മളൊരു ആ ഒരു ഡിലേ മൂമെന്റിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു കൺസെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ ഏസ് ആയിട്ട് എടുക്കാറുണ്ട്. സോ പ്രൊക്കാസ്റ്റിനേഷൻ ഷേപ്പ് യുവർ റിയാലിറ്റി എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. നാളെ എന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഒക്കെ നാളെ പറയാം, അല്ലെങ്കിൽ മറ്റന്നാൾ പറയാം, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് റിയാലിറ്റി ഷേപ്പ് ചെയ്യുന്നുണ്ട്. സോ ഏസ് പറയേണ്ടിയടുത്ത് ഏസ് പറയാവും, നോ പറയേണ്ടിയടുത്ത് നമ്മൾ നോ പറയുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ, നോ പറയാതെ സൈലൻസ് കീപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴും അതൊരു എഗ്രിമെന്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അവള് മിണ്ടായിരിക്കുമായിരുന്നു, അപ്പൊ അത് ഏസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഇൻആക്ഷൻ, നമ്മൾ അവിടെ എടുക്കേണ്ട നോ എന്നൊരു ആക്ഷൻ എടുക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നമ്മളൊരു ആക്ഷൻ എടുക്കാതിരുന്ന് എന്ത് സംഭവിക്കും, അതൊരു കൺസെന്റ് ആയിട്ട് എടുക്കാറുണ്ട്. സോ എപ്പോഴും നമ്മൾ ഓർക്കുക, ഏസും നോയും തമ്മിൽ ഭയങ്കര രാപ്പകൽ വ്യത്യാസമുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയണം, ഏസ് പറയേണ്ടടുത്ത് ഏസ് പറയണം. നോ പറയാതിരുന്നാൽ അത് ഏസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറാറുണ്ട്, ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവാറുണ്ട്. സോ നമ്മൾ മിണ്ടാതിരിക്കുന്നത് അത്ര ബുദ്ധിയല്ല. സോ നമ്മൾ നോ പറയേണ്ടടുത്ത് തീർച്ചയായിട്ടും നോ പറയണം. യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ ഏസ് യു സ്പോക്ക് ആൻഡ് ദ നോ യു നെവർ സെഡ്. എപ്പോഴും ഓർത്തോ, നിങ്ങൾ
പറയേണ്ട യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ ഏസ് യു സ്പോക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഏസിനെ അനുസരിച്ചും ആൻഡ് നോ യു നെവർ സെഡ്. നിങ്ങൾ പറയേണ്ട പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നോ പറയാത്തതിന്റെ പേരിൽ അത് എന്തും ആയിക്കോട്ടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള എന്ത് തീരുമാനം ആയിക്കോട്ടെ, എത്ര വലിയ തീരുമാനമാണെങ്കിലും അവിടെ നിങ്ങൾ നോ പറയാത്തതിന്റെ പേരിലും അല്ലെങ്കിൽ നിങ്ങൾ ഏസ് പറഞ്ഞതിന്റെ പേരിലുമാണ് ഇന്ന് നിങ്ങൾ സഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന, സഫർ ചെയ്യുന്ന മാത്രമല്ല നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും ഏത് തീരുമാനങ്ങളുടെ പുറകിൽ ആ ഏസ് നോയും ആയിരുന്നു. ശരിയല്ലേ? നിങ്ങൾ എപ്പം എന്ത് പോയിന്റ് വേണമെങ്കിലും എടുത്തോ. യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ ഏസ് യു സ്പോക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഏസിന്റെ പുറത്തും അതുപോലെ ദ നോ യു നെവർ സെഡ്. പറയേണ്ടതായിരുന്ന നോയുടെ പുറകിലാണ്, പറയേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അങ്ങനെയുള്ള നോയുടെയും പുറകിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു നോയെയും ആശ്രയിച്ചാണ്, ആ ഏസും നോയെ ആശ്രയിച്ചാണ് നമ്മുടെ ഫ്യൂച്ചറും ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രസന്റും ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യാ, ഓക്കെ. ചൂസ് വൺ ന്യൂ ഏസ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ഏസ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പോവാം. നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം. റൈറ്റ് വൺ ഏസ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ഒരു ഏസ് എഴുതാൻ വേണ്ടി കുറച്ച് മിനിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാണെങ്കിൽ ചെയ്താൽ മതി. റൈറ്റ് വൺ ഏസ് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ നിങ്ങളൊരു ഏസ് പറയാൻ വേണ്ടി ശ്രമിക്കുക. തിങ്ക് ഓഫ് സംതിങ് യു ഹാവ് ബീൻ ഡിനേയിങ് യുവർ സെൽഫ്. നിങ്ങളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഓക്കെ നാളെ പറയാം, അത് ചിലപ്പോൾ ഒരു പക്ഷേ അവരൊരു ഏസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഇങ്ങനെ അതൊന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി ഏസ് അല്ലെങ്കിൽ നോ പറയേണ്ട ഒരു സാഹചര്യം എന്താണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഏസ് പറയേണ്ടിയ ഒരു ഗ്രോത്തിനോട്, അല്ലെങ്കിൽ ഡിസിപ്ലിനോട്, അല്ലെങ്കിൽ ബൗണ്ടറീസിനോട്, അല്ലെങ്കിൽ റെസ്റ്റിനോട്, അല്ലെങ്കിൽ കറേജിനോട്, ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഗിവ് യുവർ സെൽഫ് പെർമിഷൻ ടൂടെ. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പലപ്പോഴും കൊടുത്തിട്ടില്ലാത്ത ഒരു പെർമിഷൻ ഇന്നൊരു ഏസ് എന്ന ഒരു വാക്കിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ പെന്നും ബുക്കും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലൊന്ന് എഴുതിയിടുക. ഓക്കെ, ഈ കാര്യത്തിന് എനിക്ക് ഏസ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിയിടുക, ഈ കാര്യത്തിന് എനിക്ക് ഏസ് കൊടുക്കാം. ഓക്കെ, അതിനൊരു പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കാം. എൻ്റെ ഒരു ഗ്രോത്തിന് എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഡിസിപ്ലിൻ വരാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് ഉണ്ടാവാൻ വേണ്ടി ഈ ഏസ് സഹായിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു റെസ്റ്റ് കിട്ടാൻ, കുറച്ചും കൂടെ പീസ്ഫുൾ ആവാൻ വേണ്ടി നല്ലതാണ്, ഞാൻ കുറച്ചും കൂടെ കറേജ് ആവാൻ വേണ്ടി നല്ലതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് മനസ്സിൽ ചിന്തിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് റൈറ്റ് വൺ ഏസ് യു വിൽ സ്റ്റോപ്പ് ഗിവിങ്. അതായത് ഒരു നോ, അതായത് ഇനി ഞാൻ ഈ ഒരു ഏസ് കൊടുക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം കൂടെ കൊണ്ടുവരിക. ഐഡന്റിഫൈ എ പാറ്റേൺ ദാറ്റ് ഡ്രെയിൻസ് യു. നിങ്ങളെ വല്ലാതെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മളിപ്പോൾ കോഫി ടോക്കിലുള്ള എല്ലാവരും തന്നെ ഓരോ സെഷൻസ് എല്ലാ ദിവസവും കേട്ട് പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പുതിയ ആശയങ്ങളിലൂടെ പോകുന്നവരാ. സോ നിങ്ങൾ നല്ല എനർജി ആയിട്ട് രാവിലെ എഴുന്നേക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഏതോ ഒരു പാറ്റേൺ നിങ്ങളെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ റൈറ്റ് വൺ ഏസ് യു വിൽ സ്റ്റോപ്പ് ഗിവിങ്. ഇനി ഒരു ഏസ് അങ്ങനെ ഒരു കാര്യത്തോട് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ, അങ്ങനെ ഒരു ഏസ്, ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഏസ് ഇനിയും പറയില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഇനി കൊടുക്കില്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. നെയിം ഇറ്റ്. അതൊന്ന് സ്പെസിഫൈ ചെയ്ത് നെയിം ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരിക. ചൂസ് ടു റീക്ലെയിം യുവർ പവർ ഓവർ ദിസ് ഡിസിഷൻ. അതായത് നിങ്ങളുടെ തന്നെ ഒരു പവർ ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഒന്ന് റീക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കുക. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. തിങ്ക് ഓഫ് സംതിങ് യു ഹാവ് ബീൻ ഡിനേയിങ് യുവർ സെൽഫ്. നിങ്ങളിങ്ങനെ ഡിനേ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏസ് പറയാൻ ഇങ്ങനെ മടിച്ച് നിന്നിരുന്ന, അതൊരു ഗ്രോത്തിന് കാരണമാകുന്ന, ഡിസിപ്ലിന് കാരണമാകുന്ന, ബൗണ്ടറീസ് കൊണ്ടുവരാൻ പറ്റുന്ന, റെസ്റ്റിലേക്ക് എത്തിക്കുന്ന, കറേജിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു കാര്യം, അതിനോടൊന്ന് ഏസ് പറയാൻ പറ്റുമോ? ഇന്ന് ഞാനൊന്ന് ഏസ് പറയാം. ഓക്കെ, അതെന്റെ ജീവിതത്തിൽ ചിലപ്പോൾ മാറ്റിമറിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ഏസിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ്. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളുടെ തലച്ചോറിനെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിനെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങളുടെ ആ ഒരു നല്ല ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ഓക്കെ, അതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ഒരു ഏസ് പറയാൻ പറ്റുക. ഐ വിൽ റൈറ്റ് വൺ ഏസ് യു വിൽ സ്റ്റോപ്പ് ഗിവിങ്. ഇനി ആ ഒരു അങ്ങനൊരു
യേസ് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ, അതായത് നോ പറയുക. ഇൻഡയറക്ട്ലി സെയിങ് നോ, അതായത് അങ്ങനെ ഒരു യേസ് കൊടുക്കില്ല, ഇനി ഞാൻ അങ്ങനെ ഒരു യേസ് പറയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ കൊണ്ടുവരിക. സോ ഒരു നല്ലൊരു യേസും നല്ലൊരു നോയും കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്ന് നമ്മൾ ശ്രമിക്കുവാണ്. ഓക്കെ, ഇതൊരു പേഴ്സണൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇത് നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇത് നമ്മൾ എഴുതി വെക്കേണ്ടി, ഈ വർഷം നമ്മൾ ഒരു റെസൊല്യൂഷനിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ഏസും നോയും പറയാൻ പഠിക്കുക എന്നുള്ള കാര്യം. നമ്മൾ ലൈഫിൽ എല്ലാ കുട്ടികളും മുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏസും നോയും പറയാൻ പഠിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏസ് പറയാൻ. നമ്മൾ വെറുതെ നിസ്സാരമെന്ന് കാണുന്ന ഒരു വാക്കാണ് ഏസ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. സോ അതിനെ നമ്മൾ എങ്ങനെയൊന്ന് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊന്ന് എഴുതിയിട്ട് അത് യഥാർത്ഥമായിട്ട് എന്താ മീൻ ചെയ്യുന്നെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, എ പവർഫുൾ റൂൾ. ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു റൂളാണ്, ഇഫ് എ ഏസ് കോസ് യുവർ പീസ് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സമാധാനത്തെ കോസ്റ്റ് ചെയ്യുന്ന, സമാധാനത്തിന്റെ വിലയാണ് ഏസ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എപ്പോഴും ഓർക്കുക, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സമാധാനം ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ സമാധാനം കളയുന്ന ഒരു യേസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സമാധാനത്തിന് മറ്റൊരു വിലയായിട്ടാണ് യേസ് എങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ചൂസ് ക്ലാരിറ്റി ഓവർ പ്രഷർ. The loudest voice isn't always the wisest. Trust your inner knowing over external expectations. എപ്പോഴും ഓർക്കുക, ചൂസ് ക്ലാരിറ്റി ഓവർ പ്രഷർ. നമ്മൾ പ്രഷറിനേക്കാൾ കൂടുതൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ വേണ്ടി, ക്ലാരിറ്റിയോട് കൂടി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, ഒരു പ്രഷറിന്റെ പുറത്തൊരു ഏസ് പറയാതെ, അല്ലെങ്കിൽ പ്രഷറിന്റെ പുറത്തൊരു നോ പറയാതെ, നമ്മളൊരു ക്ലാരിറ്റിയോടുകൂടി, യോ അവൻ എന്ത് വിചാരിക്കലേ, അവൾ എന്ത് വിചാരിക്കലേ, എൻ്റെ ജോലിക്ക് ഇങ്ങനെ പ്രശ്നം വരുമോ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ക്ലാരിറ്റിയോട് കൂടി വേണം എപ്പോഴും ഏസ് പറയാൻ. ഏസ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ക്ലാരിറ്റി ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ക്ലാരിറ്റി ഇല്ലാതെ ഏസ് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മുടെ ലൈഫിനെ, ഫ്യൂച്ചറിനെ, നമ്മുടെ പ്രസന്റ് ലൈഫിനെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. സോ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ വൈസായിട്ട് ഏസ് പറയാൻ വേണ്ടി ശ്രമിക്കുക. ചൂസ് സെൽഫ് റെസ്പെക്ട് ഓവർ അപ്രൂവൽ. അപ്രൂവലിനേക്കാൾ കൂടുതലായിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന കാര്യം കുറച്ചും കൂടി വാല്യൂ കൊടുത്തുകൊണ്ട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പീസിനെ, സമാധാനത്തിനെ കെടുത്തുന്ന ഒരു യേസ് ആവാതെ മാറാൻ അത് നമുക്ക് കാരണമാവും. സോ ചൂസ് ക്ലാരിറ്റി ഓവർ പ്രഷർ. നമുക്ക് എപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവണം. അതേപോലെ സെൽഫ് റെസ്പെക്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും യേസ് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴും ഓർക്കുക, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാക്കാണ്. നമ്മുടെ പീസിനെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും യേസ് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു റൂളായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ടുഡേ വാസ് എ ഗുഡ് ഡേ ഇഫ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്നൊരു നല്ല ദിവസമായിരിക്കും. എങ്ങനെയാ ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയമാണ് കിട്ടുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 3 പോയിന്റ്സിലൂടെ നിങ്ങളൊന്ന് പോയാൽ. ഈ 3 പോയിന്റ്സ് നോക്കാം. യു ബിക്കെയിം അവെയർ. നിങ്ങളൊന്ന് അവെയർ ആവാൻ വേണ്ടി പോവുക. എങ്ങനെയാ? യു സോ യുവർ പാറ്റേൺ വിത്ത് ന്യൂ ഐസ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ വെയിറ്റ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സിന്റെ വെയിറ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെ യേസ് പറഞ്ഞ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ നോ പറഞ്ഞ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നിങ്ങളോട് തന്നെ അവെയർ ആവുക. ഓരോ പ്രാവശ്യം യേസ് പറയാം. നമ്മൾ കുറേ കാര്യങ്ങളിലൂടെ പോയി എങ്ങനെയൊക്കെയാണ് യേസ് പറയേണ്ടത്, ഇതെല്ലാം നമ്മൾ നോക്കി. സോ നിങ്ങൾ ഇന്ന് യേസ് പറയുമ്പോൾ അതിന് മുൻപ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ യേസ് പറയണോ അതോ വേണ്ടിയോ, അതോ നോ ആണോ പറയേണ്ടത്, ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഇത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ബോധപൂർവ്വം നിങ്ങൾ യേസ് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു മാറ്റം വരാൻ വേണ്ടി തുടങ്ങും. സോ ഇന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. യു ബിക്കെയിം അവെയർ. നിങ്ങളൊന്ന് അവെയർ ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊന്ന് അവെയർ ആവും. തീർച്ചയായിട്ടും ഇന്ന് പറയുന്ന പല യേസിനോട് നിങ്ങൾ അവെയർ ആയിരിക്കും. അങ്ങനെ അവെയർ ആയിക്കൊണ്ട് നിങ്ങൾ യേസ് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിലേക്ക് എത്താൻ അത് കാരണമാവും. അടുത്തത്, യു പോസ്റ്റ് ബിഫോർ റിയാക്ടിങ്. നിങ്ങൾ
ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഇമോഷണൽ ആവുന്ന ആൾക്കാരുണ്ടാവും, സങ്കടം വരുന്നവരുണ്ടാവും, കരയുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എക്സാം ഫിയർ വരാറുണ്ട്, അല്ലെങ്കിൽ എക്സാം വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചു പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു വലിയ തീരുമാനം, ജീവിതത്തിലോട്ട് എടുക്കുന്ന കുറെ തീരുമാനങ്ങൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചെറുപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി കളിക്കാൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി, എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു പോയിന്റിൽ, അത് നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, എത്ര വലിയ കാര്യം മുതൽ എത്ര ചെറിയ കാര്യം മുതൽ നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും ഉണ്ടാവുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അവിടെയെല്ലാം ഒരു പോസ് എടുത്തിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഡിഫറെന്റ് ലൈഫായിരിക്കും, നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ യു പോസ് ബിഫോർ റിയാക്ടിങ്. ഒരു റിയാക്ഷന് മുൻപ് ഒരു പോസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിഡന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ലൈഫിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യു ചൂസ് യുവർ സെൽഫ് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താ പറയാൻ പോകുന്നത്, ഓക്കെ ഞാൻ ഒരു യേസ് പറയുന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും പവർ ഉണ്ട്, ഞാനൊരു നോ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും പവർ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ലൈഫിന് കാര്യമായിട്ട് മാറ്റം വരുത്തും. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് കോഫി ടോക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. മീൻസ് ഇന്നത്തെ ദിവസം എനിക്ക് നല്ല, ഇങ്ങനെ ഒരു ചിന്തയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറയുന്ന ഓരോ യേസിന്റെയും മുൻപിൽ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ അത് മാറ്റിമറിക്കാൻ കാരണമാകും. യു ചൂസ് യുവർ സെൽഫ് കോൺഷ്യസ്ലി. യു ഹോണർഡ് യുവർ വാല്യൂ, ബൗണ്ടറീസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് സെൽഫ് വിത്ത് ഇന്റൻഷൻ. ഒരു ഇന്റൻഷനോട് കൂടി നിങ്ങളുടെ വാല്യൂസ്, ബൗണ്ടറീസ്, ഫ്യൂച്ചർ, ഇതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഷ്യസ്ലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ബോധപൂർവം ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തുടക്കമായിരിക്കും ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ അങ്ങനെ ഒന്ന് കാണുവാണെങ്കിൽ. ഓരോ യേസിനോടും വളരെ വളരെ സെൻസിറ്റീവായിട്ട്, വളരെ ബോധപൂർവം നിങ്ങളൊന്ന് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ഇടപെടുവാണെങ്കിൽ, നിങ്ങൾ തന്നെ അവെയർ ആയിക്കൊണ്ട് യേസ് പറയുവാണെങ്കിൽ, നിങ്ങളൊന്ന് പോസ് എടുത്തിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് യേസ് പറയുവാണെങ്കിൽ, നിങ്ങൾ ഒന്ന് കോൺഷ്യസ് ആയിക്കൊണ്ട് ഒരു ബോധവും ഇല്ലാതെ എപ്പോഴും പറയുന്ന പോലെ ഏസ് പറയാതെ ഒന്ന് ചിന്തിച്ചിട്ട് ഏസ് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്നത്തെ ദിവസം ധന്യമായെന്ന് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറയാം, ഓക്കെ ഇന്നത്തെ ദിവസം ഞാൻ എന്തോ ചെയ്തു, കുറഞ്ഞ പക്ഷം ഏസ് പറയാൻ ഞാൻ പഠിച്ചു, ഏസ് എങ്ങനെയാണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, എപ്പോൾ പറയാൻ പാടില്ല, എവിടെ നമ്മൾ പോസ് എടുക്കണം, ഇതെല്ലാം നമ്മൾ പഠിച്ചു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫിനോട് നമുക്കൊരു സന്തോഷം തോന്നും, ഒരു സംതൃപ്തി തോന്നും. സോ എപ്പോഴും ഏസ് പറയുന്നതിന് മുൻപേ ഈ 3 പോയിന്റിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇല്ലാതെ നിങ്ങൾ ഏസോ നോയോ വെറുതെ പറഞ്ഞതിന്റെ പേരിൽ എത്രയോ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അല്ലേ? എത്ര ഉറക്കം നമ്മുടെ പോയിട്ടുണ്ടല്ലേ? നമ്മൾ രാത്രി കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം വരാത്ത എത്രയോ സമയങ്ങളുണ്ട്. അതിന്റെ ഒറ്റ റീസണേ ഉള്ളൂ, നമ്മൾ അറിയാതൊരു ഏസ് പറഞ്ഞു അല്ലേ? പക്ഷെ വെറുതെ ഒന്നും മിണ്ടാതിരുന്നു പോയി, അതിന്റെ പേരിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു ഏസിന് ഇത്രയും പവർ ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ഒരു ഏസ് എന്തിനാ വെറുതെ പറയുന്നത്? നമ്മളുടെ ജീവിതത്തിന് സമാധാനം കെടുത്തുന്ന, നമ്മളുടെ ഹാപ്പിനെസ് കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞ ഒരു ഏസ് നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്നെങ്കിലും ഈ ഒരു സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ്, നിങ്ങളെ ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഓക്കെ നമ്മൾ വലിയൊരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തിയത്. വലിയൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ലൈഫിൽ ഏസ് പറയാൻ പഠിക്കുക എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഈ 3 പോയിന്റ്സിലൂടെ പോവുക, അവെയർ ആയിക്കൊണ്ട് ഏസ് പറയുക, വെറുതെ ഒരിക്കലും ഏസ് പറയരുത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏസ് പറയുന്നതിന് മുമ്പ് ഒരു പോസ് എടുക്കുക. വെറുതെ നമ്മൾ പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ ഉണ്ടാവാതെ, അയ്യോ എന്ത് ചിന്തിക്കുക, ഞാൻ പെട്ടെന്ന് ഏസ് പറഞ്ഞു, അങ്ങനെ അല്ലാതെ നമ്മൾ ചിന്തിക്കാതെ ഒരിക്കലും ഏസ് പറയരുത്. കോൺഷ്യസ്ലി ഏസ് പറയുക. എന്ത് പറയുന്നുണ്ടെങ്കിലും അത് ചിന്തിച്ചുകൊണ്ട് ഏസ് പറയുക. നമ്മൾ എപ്പോഴും ശീലിച്ചതിന്റെ ഭാഗമായിട്ട് യെസ് സർ ആ ഒരു ഇങ്ങനെ പരേഡിൽ പറയുന്നത് പോലെ പറയാതെ നമ്മൾ കോൺഷ്യസ് ആയിക്കൊണ്ട് ഏസ് പറയാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യുവോ? ഹലോ, ചെയ്യുവോ? എല്ലാരും ചെയ്യുവോ? Definitely yes. Yes. ഓക്കെ, യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ ഏസ്. ഒരു വലിയ ഏസ്
നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം, പോസ്റ്റ് ചെയ്യാം. സോ യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ ഏസ്. ഒരു നല്ല ഏസിന് വേണ്ടിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വെയിറ്റ് ചെയ്യുന്നത്. Every moment offers a fresh opportunity to choose differently. Your next ace can be the one that changes everything. നിങ്ങളുടെ അടുത്ത ഏസ് എന്ന് പറയുന്നത് എല്ലാം മാറ്റിമറിക്കാൻ പറ്റുന്ന, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഏസ് ആയിട്ട് മാറട്ടെ. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബി അവെയർ. എപ്പോഴും ഏസ് പറയുമ്പോൾ ബി അവെയർ, ഒരു പോസ് എടുക്കുക, നെക്സ്റ്റ് കോൺഷ്യസ്ലി നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ എപ്പോഴും യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ ഏസ് എന്ന് എപ്പോഴും ഓർക്കുക. നമ്മളുടെ ഫ്യൂച്ചർ ഒരു ബെറ്റർ ഏസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, വെറുതെ അല്ല. വളരെ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യുന്ന പീസ്ഫുൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏസ് ആയിട്ട് മാറട്ടെ. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണവുമായി മാറട്ടെ. അതിന് ഏസ് പറയുമ്പോൾ നമുക്ക് സൂക്ഷിക്കാം. അതിന് എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരുന്നു. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന കോഫി ടോക്കിലുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സ്പെഷ്യലി JCS രണ്ട് എല്ലോയോടുള്ള നന്ദി അറിയിക്കുന്നു. മനോജ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഷിരാന മാം. സൂപ്പർ സെഷൻ. ഈ ഒരു യെസ് 3 അക്ഷരത്തിൽ ഇത്രയൊക്കെ പറയാനുണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രമാത്രം കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഒരു യെസ് പറയുന്നതിന് മുമ്പ് നമ്മളൊക്കെ എന്തൊക്കെ ആലോചിക്കണം, അതിനുശേഷം റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പോസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറെ ജീവിതത്തിൽ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല. അപ്പൊ എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ യെസ് പറയുന്നതിന് മുമ്പ് ഒരു ചിന്ത ഉണ്ടാവണം എന്നുള്ള ഒരു നല്ലൊരു സെഷനാണ്. എന്തായാലും ഫീഡ്ബാക്ക് പറയുന്നതിന് മുമ്പ് ഒരാൾ വോട്ട് ഓഫ് താങ്ക്സിന് റെഡി ആയിക്കോട്ടാ. ഓക്കെ, അപ്പോ നമുക്ക് ഫീഡ്ബാക്ക് നോക്കാം. ഓപ്പൺ ഫ്ലോർ. നാഗേഷ് തന്നെയാണോ അടുത്ത ഫീഡ്ബാക്ക്? ഗുഡ് മോർണിംഗ് ടു ആൾ. ഷിരോന, നല്ലൊരു സെഷനാണ്. എസ് പറയുമ്പോൾ ചിന്തിക്കണം, നേരത്തെ പറഞ്ഞില്ലേ, അത് യു ബിക്കെയിം എവെയർ, നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് കറക്റ്റാണ്. കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പോസ് ഇതാക്കിയിട്ട്. പിന്നെ എനിക്ക് ഒന്നുകൂടി ആഡ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ, ഞങ്ങളൊരു എസ് പറയുമ്പോൾ അത് ഞങ്ങളെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെങ്കിൽ മാത്രമേ എസ് പറയണം. ഈ ഇൻവോൾവ്സ് അതർ. അപ്പൊ അവര് എൻ്റെ ആ എസ്സിന് അനുകൂലിക്കുന്നുള്ള ആ ഒരു മനസ്ഥിതി എടുത്തിട്ട് എസ് പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു എസ് പറയുമ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങണമെന്നാണ് ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറയുന്നത്. നല്ലൊരു സെഷനാണ്. എല്ലാവർക്കും ഒരു രാവിലെ ഒരു അവയർനെസ് തന്ന സെഷനാണ്. ഷിരോന എന്നും വരുന്നത് അങ്ങനെയാണ്. ഒരു പുതിയ സബ്ജക്റ്റും അതൊരു പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. നല്ലൊരു സെഷനാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്. അടുത്തതാരാ? Shirana, powerful, energizing and inspiring morning performance. താങ്ക് യു. യെസ്, ഇപ്പം നമ്മുടെ മനോജ് സാർ പറഞ്ഞ പോലെ യെസ് എന്നതിന് ഇത്രയധികം വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം പണ്ട് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പലരുടെ ലൈഫില്. കുട്ടി മിണ്ടുന്നില്ല, മൗനം സമ്മതം എന്നെടുത്തോട്ടെ എന്ന് ചോദിക്കുന്നേ. അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് ജീവിതം കോഞ്ഞാട്ടയായ ഒരുപാട് ആളുകളെ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു പുസ്തകം കൂടി ഓർമ്മ വന്നു. ദ ആർട്ട് ഓഫ് സേയിങ് നോ, ടെമോൺ സഹാരിഡാസിന്റെ ബ്യൂട്ടിഫുൾ ബുക്കാണ്. അതുകൂടി ഓർമ്മ വന്നു. ഈ രണ്ടും, യെസ് ആയാലും നോ ആയാലും, ഇറ്റ്സ് 2 words that we have to take care of with all its essence while saying it എന്നുള്ളൊരു മെസ്സേജ് ആണ് മോർണിംഗ് കിട്ടിയ. You have a wonderful future as a trainer. Shirona, all the very best to you. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുരളിയേട്ടാ. ഓക്കെ, അടുത്തതാരാ? ഗുഡ് മോർണിംഗ് ഷിരോണ, ഇന്ദു ആണേ. ഗുഡ് മോർണിംഗ്. ആക്ച്വലി മുരളിയേട്ടൻ പറയാനുള്ളതായിരുന്നു എനിക്കും. മുരളിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ആർട്ട് ഓഫ് സെയിങ് നോ. ഈ നോ പറയാൻ അറിയാത്തത് കൊണ്ട് ജീവിതത്തിൽ വരുന്ന ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. കാരണം പലപ്പോഴും നോ പറഞ്ഞാൽ എന്താ അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വെച്ച് എല്ലാ കാര്യവും എടുത്ത് തലയിൽ വെക്കും. സോ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഉറപ്പായിട്ടും വിൽ തിങ്ക് ബിഫോർ സേയിങ് യെസ്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇന്ദു മാം. ഇന്ദു മാമിന് ആ തണുപ്പുള്ള വടക്കേ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ നോ പറയാൻ സാധിച്ചില്ല അല്ലെ? അല്ലെ, ശരിയല്ലേ അത്? കറക്റ്റാണ് മനോട്ടാ, കറക്റ്റാണ്. എനിക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, ദെൻ ഗുഡ് മോർണിംഗ് നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് ശിവ മാം. ഗുഡ് മോർണിംഗ്. എപ്പോഴും ശിവ മാം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സംഭവം വരുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നും ഞങ്ങള് എന്താ ഈ പലപ്പോഴും യെസ് പറയുമ്പോ യെസ്, പക്ഷെ ആ യെസ്സോട് കൂടി അവസാനിച്ചു, അതിന്റെ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ആ യെസ് പറഞ്ഞത് ഇപ്പൊ മാഡം പറഞ്ഞ ഓരോ പോയിന്റ് നോക്കുമ്പോൾ അതുപോലത്തെ രസമായിരുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും എസ് റിസൾട്ട് കിട്ടാത്ത എസ് ഉണ്ടാവാറുണ്ട്, നിവൃത്തികേട് കൊണ്ട് എസ് പറയുമല്ലോ. അതപ്പോ അതൊക്കെ ഇപ്പൊ മാഡം പറഞ്ഞ ഓരോ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അതായത് കൊണ്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാത്തത് എന്നത്. ഏതായാലും അടിപൊളിയായിരുന്നു. എസിനും ഇങ്ങനെ വാല്യൂ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അലക്കുട്ടിക്ക. നെക്സ്റ്റ്. ഷിരോണ മാം, ഹായ്. ഇന്നത്തെ ഒരു സെഷൻ വളരെ സൂപ്പർ ആയിരുന്നു. നല്ല ഫ്ലുവന്റ് ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. നമുക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില എസും ചില നോയും അറിയാതെ വിഴുങ്ങി പോവാറുണ്ട് ചില സാഹചര്യത്തില്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രമ്യ മാം. രമ്യ മാം വളരെ സെലക്റ്റീവ് ആണ് ഫീഡ്ബാക്ക് പറയുമ്പോൾ. അത്രയും ശ്രദ്ധിച്ച് കേട്ട് അതിന് നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് പറയുന്ന കൂട്ടത്തിലാണ്. താങ്ക് യു രമ്യ മാം. അടുത്തതാരാ? ഷിരോണ മാം, ഹായ്. ഗുഡ് മോർണിംഗ്. ഉസ്മാൻ. നോ പറയാൻ പറ്റാത്തതുകൊണ്ട് എത്ര ആഗ്രഹങ്ങളാണ് ഉത്തരത്തിൽ കെട്ടിച്ചത്തതെന്ന് പറഞ്ഞില്ലേ, എന്ന പോലെയാണ് നമ്മളിലേക്ക് അവസ്ഥ. കുറെ സംഭവങ്ങൾ മാറ്റിയെടുക്കാനുണ്ട്. യെസ് പറയേണ്ടടുത്ത് യെസ് പറയാതെയും പണി കിട്ടിയിട്ടുണ്ട്. യെസ് ആവശ്യമില്ലാതെ നല്ലവനായ ഉണ്ണിയായിട്ട് ചമഞ്ഞിട്ട് അതിലും പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. 3 വാക്കുകൊണ്ട് ഒരു എന്താ പറയാ ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു തന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉസ്മാൻ ക. മലേഷ്യയിൽ നിന്ന് വളരെ വിലപ്പെട്ട ഒരു ഫീഡ്ബാക്ക് ആണ്. ഇനി അടുത്തത് ആരാണ്? ഗുഡ് ശിരോണ മാം, മോർണിംഗ് ഗുഡ് മോർണിംഗ്. ശിരോണ മാം. ഗുഡ് ഓക്കെ മോർണിംഗ്. പറയൂ. രണ്ടുപേരും പോയോ? മൂന്നാമത്തെ ആള് പറയും പിന്നെ. ഹലോ, നമുക്കിനി 2 മിനിറ്റ് കൂടെ ഉള്ള ഫീഡ്ബാക്കിന്. ഗുഡ് മോർണിംഗ് ശിരോണ മാം. ഗുഡ് ഞാൻ മോർണിംഗ്. അമ്പിളി ദേവ്. പിന്നെ ലേഡീസ് ഫസ്റ്റ്. അമ്പിളി മാം ഫസ്റ്റ് പറയും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തതാ. ഓക്കെ. എക്സലന്റ് സെഷൻ. കാരണം യെസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വാക്ക് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ഭാരം നൽകുന്ന ഒരു സാധനമാണ്. നമ്മൾ എപ്പോഴെങ്കിലും അറിയാതെ പറഞ്ഞു പോയി വളരെയധികം ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരാൾ കൂടെ ഉണ്ടല്ലോ. മലയാളം ഞാനാണ് പറഞ്ഞോളൂ. ഓക്കെ. ശിരോണ മാം വരുമ്പോ തന്നെ നമുക്കറിയാം അതിലൊരു വളരെ നോവൽറ്റി ആ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാകുന്നില്ല. അത്രയ്ക്കും വളരെ ഏറ്റവും നോവലായിട്ടാണ് അവതരിപ്പിക്കുക. പിന്നെ ശിരോണ മാം ഇതിൽ പ്രശ്നം എന്താ വെച്ചാലേ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ യെസ് പറഞ്ഞാലേ ചിലപ്പോ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഇപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോ ആ അവസരം തന്നെ നമുക്ക് നഷ്ടപ്പെടും ചിലപ്പോ എസ് പറയാനല്ലേ. എസ് നമ്മളെ മുമ്പിൽ ഇപ്പോ പോസ്റ്റ് എന്നുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്ത് പറഞ്ഞെങ്കിൽ നമുക്ക് ചിലപ്പോ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അങ്ങനത്തെ ചില അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്തായാലും അതിന്റെ വളരെ കൃത്യമായിട്ട് ആ യെസും നോയിന്റെയും അർത്ഥതലങ്ങൾ കൃത്യമായിട്ട് സാർ ആ കേസിന്റെ ഓല കയറിയിരിക്കണോ? പറഞ്ഞോളൂ. ചിട്ടി 04 ആണ്. ഓക്കെ. ഇനി ആരെങ്കിലും? ജലീൽ സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? ഇല്ലെങ്കിൽ നമുക്ക് ക്വിസ് മത്സരത്തിലേക്ക് പോകാം. ക്വിസ് കോമ്പറ്റീഷൻ ലീഡ് ചെയ്യുന്നത് ശ്രീ സാറാണ്. ശ്രീ സാറിന്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ഉണ്ടാവും ആദ്യം. അതിനുശേഷം ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പോകാം. ഓക്കെ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സോ മച്ച്. ശിരോണ മാം, ഹായ്. ഞാനും അക്ഷരാർത്ഥത്തിൽ കേട്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു ഏതൊക്കെ സമയത്ത് എസ് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എസ് പറയേണ്ട സമയത്ത് എസ് പറയാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും എസ് എന്നുള്ള ഒരു 3 അക്ഷര ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അല്ലേ?
ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇതൊക്കെ നോക്കി കണ്ടത് ഫീഡ്ബാക്ക് അല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ ഈ സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിനോന മേഡത്തെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വിളിക്കുന്നുണ്ടാവും. കാരണം എന്താ, ഇന്ന് ട്രെയിനിങ് എടുക്കാൻ ഉദ്ദേശിച്ച ആൾ ചിലപ്പം രാത്രി ഞാൻ പറയുന്നുണ്ടാവും ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നത് യാതൊരു റെന്യൂമറേഷൻ കൊടുത്തുകൊണ്ടല്ല, അവരുടെ സ്നേഹം മാത്രമാണ്. നമ്മൾ ഒരുപാട് ഫീഡ്ബാക്കും മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും നിറഞ്ഞ സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഏതൊരു സിറ്റുവേഷനിലും ട്രെയിനിങ് എടുക്കാൻ ഓടിയെത്തുന്ന ഞാൻ ചോദിക്കും, ട്രെയിനിങ് എടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു യെസ് എന്നൊരു മൂളലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഒരു യെസ് കൊണ്ട് ഒരുപാട് ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുക. വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്വിസ് ക്ലബിലേക്ക് നമുക്ക് പോകണം. ഷിനോന മാഡത്തിന് ഉൾപ്പെടെ പങ്കെടുക്കാം കേട്ടോ. യെസ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ ഇവിടെ നമ്മുടെ എൻ്റെ മുജീബ് സാറൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. നമ്മുടെ ഈ ഒരു കോഫി ടോക്കിൻ്റെ ഭാഗവാക്കായിട്ടുള്ള അതിഥികൾ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ അവരുടെ ആ സ്ഥലം കടമെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്വിസ് ക്ലബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തോട്ട് നീങ്ങി കഴിയുമ്പോൾ വളരെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും റജി സാറേ, ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അതിന് പ്രത്യേകത വെച്ചാൽ ഏറ്റവും വലിയ ഒരു ശിലയിൽ തീർത്ത ഒരു പക്ഷിയുടെ ഒരു സ്റ്റാച്ചു ടൈപ്പാണ് ഉള്ളതെന്നുള്ളതാണ് പക്ഷിയുടെ. അങ്ങനെ അതിന് ജഡായിപ്പാറ എന്നാണ് പറയപ്പെടുന്നത്. ഈ ജഡായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഞാൻ എൻ്റെ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്, നിങ്ങളെ ചാറ്റ് ബോക്സ് നോക്കാം. കൊല്ലം അശ്വതി മാം, അലവിക്കുട്ടി, ഓസ്മാൻ, കൊല്ലം. ഓക്കെ. എറണാകുളം, ഇടുക്കി, കൊല്ലം. ഓക്കെ. യെസ്. പത്തനംതിട്ട. ഓക്കെ. ഒരുപാട് ചോദ്യം വന്നുണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ മനോജ് സാറേ, ഞാൻ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, ചാറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞു. ജഡായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ എവിടെയാണ് എന്നാണ് റജി സാറേ മാത്രം പറയേണ്ടത്. ABCD എന്ന് ഉത്തരം പറയാം. ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ എവിടെയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഞാൻ എന്താ വെച്ചാലേ കുറെ എണ്ണം ടൈപ്പ് ചെയ്ത് റെഡി ആയിരിക്കുന്നുണ്ടാവും. ആദ്യത്തെ അലവിക്കുട്ടി സാറേ ആ ടൈപ്പ് ചെയ്ത കഷ്ണങ്ങൾ കൊണ്ട് പോന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്, ഫ്രഷ്നെസ് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം ജഡായുപ്പാറ എന്നുള്ളത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ജഡായുവിന്റെ സ്മരണാർത്ഥമാണ് ആ ഒരു സ്റ്റാച്ചു ഓഫ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് രാമായണത്തിലെ ഏറ്റവും വീരനായ പക്ഷിരാജാവ് ജഡായുവിന്റെ സ്മരണാർത്ഥമാണ് ഈ പാറയ്ക്ക് ജഡായുപ്പാറ എന്ന പേര് ലഭിച്ചത്. സീതയെ രാവണൻ അടിച്ചുകൊണ്ട് പോയി നാഗേഷേട്ടാ. അപ്പൊ ജഡായു വന്ന് അത് തടുക്കാൻ നോക്കി. ആ സമയത്ത് ജഡായുവിന് വെട്ടേറ്റു. ആ സ്ഥലത്താണ് വീണതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥമാണ് ജഡായുപ്പാറ എന്നുള്ള ഒരു നാമധേയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ചടയമംഗലമാണ്. ചടയമംഗലം. മനോജ് സാറേ, വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ പറയാം. ഓക്കെ. ശ്രീ സാർ, ചടയമംഗലം ആൻസർ ആദ്യം സി ചെയ്തിരിക്കുന്നത് കാക്കനാട്ടിൽ നിന്ന് അമ്പിളിദേവാണ്. അതിനുശേഷം നമ്മുടെ രമ്യ സന്തോഷ്, പിന്നെ ശ്രീജന ടീച്ചർക്ക് തെറ്റി, മുരളി ചേട്ടൻ സി, ദെൻ ഇന്ദു മാം, അലവിക്കുട്ടി സാർ, ഓസ്മാൻ ക, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ദ വിന്നർ ഈസ് അമ്പിളിദേവ് ഫ്രം കാക്കനാട്. ഓക്കെ, താങ്ക് യു ശ്രീ സാർ. വളരെ ഇത്തരം ചോദ്യങ്ങളൊക്കെ മനോജ് സാറേ ഒറ്റ മിനിറ്റ്. ഓക്കെ, താങ്ക് യു. അമ്പിളി മാം കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ ആണല്ലേ. ഞാൻ കുറെ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് യെസ് പറയാൻ സമയമായിട്ടുണ്ടോ? ഇന്നത്തെ ടോപ്പിക് അതാണല്ലോ, യെസ് എന്നാണല്ലോ. സാധ്യത ഉണ്ടോ? അയക്കണോ? സമയം അയക്കണോ? കേൾക്കുന്നുണ്ടോ? ദോശ ഇതുമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? അത് നോ തന്നെയാണ്. നോ. ഓക്കെ. താങ്ക് യു. കണ്ടിന്യൂ. ഹാൻഡ് ഓവർ ടു മനോജ്. താങ്ക് യു സോ മച്ച്. ടോപ്പിക്കുമായി കണക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാൻഡ് ഓവർ ടു മനോജ്. നമ്മുടെ ശിരോനമേ പഠിപ്പിച്ച സേ നോ വിത്ത് കോൺഫിഡൻസ്. അമ്പിളിദേവ് അത്ര വളരെ കോൺഫിഡൻസോടുകൂടെ തന്നെ നോ പറഞ്ഞു. പിന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഉത്തരം എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കാരണം അലവിക്കുട്ടിക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് ഉത്തരം എഴുതും, പക്ഷെ അത് മുഴുവൻ കേട്ടിട്ട് വേണം ഉത്തരം എഴുതാൻ. കേട്ടതിന് ശേഷം ഓക്കെ പറയുന്നതിന് ശേഷം മാത്രം ഉത്തരം പോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? അതുകൊണ്ടാണ് വിൻ ചെയ്യാൻ സാധിക്കാഞ്ഞത്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് വേണം, പക്ഷെ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. എന്തായാലും താങ്ക് യു ശ്രീ സാർ, താങ്ക് യു വിന്നർ അമ്പിളിദേവ്. ഇനി നമുക്ക് വോട്ട്
ഇന്നത്തെ സ്കോർ ഞാൻ പറയാം. 100 പോയിന്റ് ആണ് ശ്രീജിന ടീച്ചർക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നലെ. ഇന്ന് അമ്പിളി ദേവിന് 100 പോയിന്റ്. അങ്ങനെ 2 മഹിളാ മണികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആണുങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ റിങ്ങിൽ ഇടം പിടിക്കാൻ സാധിക്കും. ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സിനായി നമ്മുടെ രജിസാർ ക്ഷണിക്കുന്നു. അങ്ങനെ ഈ 783 ദിവസം നമ്മൾ പിന്നിട്ടു. ഷിറോന മാഡത്തെ നമ്മൾ ലാസ്റ്റിൽ ഞാൻ ഷിനു ഒക്കെ ലാസ്റ്റ് ലോഡ്സിൽ വെച്ച് ആണ് നേരിട്ട് കണ്ടത്. ഈ എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഈ ശ്രീജിത്ത് സാറൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ഒന്നും മനസ്സിവിടെയല്ല. ജീവിതയാത്രയിൽ എനിക്കും 1 കൊല്ലം വെയിറ്റ് ചെയ്യാമോ എന്നൊരാൾ എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. ഷിനു ഒക്കെ തല ചൊറിയുന്നുണ്ട്. എല്ലാവരെയും ഷിനുറ മാഡത്തിന്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപാട് ചിന്തകളിലേക്ക് കൊണ്ടുപോയ, ഉസ്മാന്റെ മുഖം കണ്ടില്ലേ, ഒരുപാട് ചിന്തകളിലേക്ക് പിന്നിലേക്ക് കൊണ്ടുപോയ ഒരു 3 അക്ഷരങ്ങളാണ് ഇന്നിവിടെ ഷിനോറ മാഡം ഇവിടെ അവതരിപ്പിച്ചത്. ഭയങ്കര എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു. എഫക്റ്റീവ് എന്ന് പറയാൻ ഒരുപാട് പേരെ ചിന്തകളിലേക്ക്, അവരുടെ ജീവിത യാത്രയിലെ പല പിന്നിലേക്ക് ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വിഷയം. മുടി ചേട്ടൻ കണ്ട ലവിക്കുട്ടി സാർ തലയാട്ടുന്നുണ്ട. അപ്പൊ വളരെ മനോഹരമായിരുന്നു. എല്ലാവരെയും ഒരുപാട് ചിന്തിപ്പിച്ച സബ്ജക്റ്റ്. അതിൽ നിന്ന് ഒരുപാട് വളരെ സയന്റിഫിക് ആയിട്ടാണ് അത് മാഡം ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. അത് ഫുള്ളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൂടുതൽ നമ്മൾ ആലോചിക്കും തോറും ആ പോയിന്റ്സ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ വളരെ സ്റ്റഡീഡ് ആയിട്ട് വളരെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സബ്ജക്റ്റ് മാഡം ഇവിടെ അവതരിപ്പിച്ചത്. മാഡത്തിന് വളരെയധികം നന്ദി ഞാൻ അതിൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഷിരോന മാം. ഷിരോന മാം ആണ് കേട്ടോ രജിസാർ, ഷിരോന. വളരെ നല്ല സെഷൻ ആയിരുന്നു. എന്തായാലും ഈ സെഷൻ ഇങ്ങനെ നമുക്ക് ഒരു കോഫി കുടിക്കുന്ന ലാഘവത്തോടെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന നമ്മളുടെ ഒരു വിഷനറി ലീഡർ ഡോക്ടർ ഇഷാം സാറും അദ്ദേഹത്തിനോടൊപ്പം തന്നെ വളരെ കട്ടക്ക് നിന്നിരുന്ന നമ്മുടെ മുജീബ് സാർ, ശ്രീജിത്ത് സാർ, രേഖ മാം, സുനില മാം, അതുപോലെ വണ്ടൂർ ആൻഡ് തവനൂർ ലോബിന്റെ പ്രസിഡന്റുമാർ, എല്ലാവരോടുള്ള ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ 3 അക്ഷരം SYES എന്ന 3 അക്ഷരം ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഇവിടെ നമുക്ക് ശിരോനമയം പഠിപ്പിച്ചെന്ന്. അതുപോലെ തന്നെയാണ് ഒരു 3 അക്ഷരം JCI. ഈ JCI എന്ന 3 അക്ഷരം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പരസ്പരം സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഷെയർ ചെയ്യുന്നത്. എന്തായാലും ദ ഓൺലി യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ദാറ്റ് ടീച്ചേഴ്സ് ലീഡർഷിപ്പ് ഈസ് JCI, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് കോഫി ടോക്ക് 7 AM program in connection with JCI Vandoor and JCI Tavanur is adjourned. Thank you very much.